ജീവിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകനോടെങ്ങാടും നിങ്ങളുടെ മകളോടെങ്ങാട് നിങ്ങളെ കുറിച്ച് ചോദിച്ചാ എന്തു പറയും വാപ്പാ? ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് മക്കള് തരുന്ന സർട്ടിഫിക്കറ്റാ. അതുകൊണ്ടല്ലേ അതാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഒരു ദുആ ചെയ്യുന്ന മനുഷ്യന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്നാ. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ എന്നെ ഇമാമാക്കണേ അല്ലാ. പള്ളിയിലെ ഇമാമല്ല, പള്ളിയിലെ ഇമാമല്ല, ലിൽമുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യരാക്കി എന്നെ നീ മാറ്റണേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്. തന്റെ പിതാവ് രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുകയാണ്. വാപ്പയെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ അതാ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ വാപ്പ എഴുന്നേക്കണോ, എന്റെ വാപ്പ എഴുന്നേക്കണോ. ആരെങ്കിലും അടുത്തു പോയിരുന്നിട്ട് പറ അസ്വലാ ഉമറേ നമസ്കരിക്കാ സമയമായെന്ന് പറ. ബോധമില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് ചെന്നിട്ട് ഉമറേ നിസ്കാരമെന്നൊന്നു പറ, ഉമറേ നിസ്കാരമെന്നൊന്നു പറ. അതാ സ്വഹാബികൾ അവിടെന്ന് ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു. അവിടെന്ന് പറഞ്ഞു, ഉമറേ നമസ്കാരമെന്ന് പറയുമ്പോ ഉമർ തങ്ങൾ ഞെട്ടി ഉണരുകയാണ്. ആദ്യത്തെ ചോദ്യം, സഹാബാ നമസ്കാരം പൂർത്തീകരിച്ചോ സഹാബാ? എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളുടെ വായിലൊഴിക്കുന്ന വെള്ളമുണ്ടല്ലോ, വയറിലൂടെ പുറത്തേക്ക് പോകുകയാണ്. ഇതുപോലെ ഉമർ തങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മരണത്തിന്റെ അടയാളമായി, സക്കറാത്തിന്റെ അവസ്ഥയായി, രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെ ചാരത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹുവേ. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞവിടെന്ന് സന്തോഷിക്കൂ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ ആരാണെന്ന് ഓർക്കും ഉമറേ. നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? അല്ലാഹ് നിങ്ങളെ മുസ്ലിമാക്കിയില്ലേ? മുത്തുനബിയുടെ കൈ പിടിച്ചിട്ടല്ലേ മുസ്ലിമായത്, ഷഹാദത്ത് കലിമ പറഞ്ഞത്? ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ചില്ലേ? ആ മുത്തുനബി നിങ്ങളെ സ്നേഹിച്ചില്ലേ? ആ മുത്തുനബി പടച്ചവര്, ആ മുത്തുനബിയുടെ ശഫാ മുത്തുനബി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാകാൻ കഴിഞ്ഞില്ലേ? ഇനി ഏറ്റവും വലിയ ഭാഗ്യമെന്താ? ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഒരു മനുഷ്യനും അല്ലാഹു കൊടുക്കാത്ത ഭാഗ്യം മദീനത്ത് കടന്ന് ഷഹീദാകാ. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി, ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉമറേ ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഷഹീദിന്റെ മരണം അല്ലാഹു നൽകിയില്ലേ? ഈ മദീനത്ത് കിടന്ന് മരിക്കാൻ, ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ, ഈ യുദ്ധം ഹറാമാക്കിയ ഈ മദീനത്ത് കിടന്ന്
കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലോ? നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞില്ലോ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ തിരിച്ചു നടക്കുമ്പോൾ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ ഉമർ തങ്ങൾ വിളിക്കുകയാണ്, യാ ബുനയ്യ. ഇത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരന് ഉമർ തങ്ങൾ വിളിക്കുന്നു, പൊന്നുമോനെ ഒന്ന് നിൽക്കടാ. ഈ മദ്രസയുടെ ഫണ്ട് തൂക്കാനല്ലേ മുണ്ടങ്ങ് താഴെ കിടക്കുന്നുണ്ട്, എന്തിനാ ഇനി ഈ സംഘാടകര് തൂക്കുന്നത്? എന്റെയും നിങ്ങളുടെയും വസ്ത്രം നിര്യാണിക്ക് താഴെയാണെങ്കിൽ അത് അഹങ്കാരമുള്ളതിന്റെ അടയാളമാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് പൊക്കിക്കുക മുകളിലോട്ട്. ഇവിടെ പിന്നെ മുണ്ടെടുക്കാറില്ല, എല്ലാരും പാൻറ്റാ. ഇവിടെ മുഴുവനും പാൻറ്റായതുകൊണ്ട് കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടയാളം ഞാൻ പറഞ്ഞു. ഇനി ഇരുന്നു, അപ്പൊ മനസ്സിലായല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒന്നാമത്തെ അടയാളമാണ് ഞാൻ ഈ പറഞ്ഞത്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എഴുന്നേക്കാൻ പറഞ്ഞപ്പോ ആ ഗ്യാപ്പിൽ കുറച്ചു പേര് എഴുന്നേറ്റ് പോയി. അള്ളാഹു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 11:20. ഞാൻ 11:30 നിർത്താന്നാ പറഞ്ഞ്. ഒറ്റ കാര്യം പറഞ്ഞപ്പോ തന്നെ 11:20. ഇനി 10 മിനിറ്റാണ് ഞാൻ പറഞ്ഞ വാക്ക്. ഇനി എന്ത് വേണം? എനിക്ക് 2 കാര്യങ്ങളും കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ 10 എണ്ണമാ പറയാനുള്ളത്. അതിൽ ഒരെണ്ണം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമയം തീർന്നു. അപ്പൊ ഇനി നിങ്ങൾ പറയണം. നിങ്ങൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിർത്തും. എന്തു വേണം? യുവർ ചോയ്സ്. പറയണോ നിർത്തണോ? പറയണോ എന്നുള്ളവർ കൈവക്കിക്ക്. ബക്കറ്റ് വിരിവുണ്ടോടെ ചങ്ങാതി? ഇട ആ പൊക്കിയ കൈ പോക്കറ്റിട്. ആ പൊക്കിയ കൈ നിന്റെ പോക്കറ്റിലിട്. എന്നിട്ട് നീ ഇപ്പൊ ചിരിച്ചു. ഇപ്പൊ ചിരിക്കാൻ പൈസ കൊടുക്കണ്ട. ഇപ്പൊ ചിരിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ ഈ ചിരി മരിച്ചു കിടക്കുമ്പോ ചിരിക്കണം. അപ്പോഴാ നിന്റെ ചിരി കൊണ്ട് പ്രയോജനമുണ്ടാവുക. ഈ സമയത്ത് ചിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. ഒരാള് പോലും ഇല്ലെന്ന് പറയരുത്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. അസ്സദഖത്തു റദ്ദുൽ ബലാ. ക്യാൻസറിന് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എടാ, കിഡ്നി തകർന്നു പോയവര്, ശരീരം തളർന്നു പോയവര്, മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ശരീരത്തിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവര്, സിഹ്ർ ബാധിച്ച് കിടന്ന് കണ്ണുനീര് കുടിക്കുന്നവര്, മരുന്നില്ലെന്നാരാ പറയുന്നത്? മരുന്നില്ലെന്നാരാ പറഞ്ഞത്? അസ്സദഖത്തു റദ്ദുൽ ബലാ. ഇത് പറഞ്ഞത് നിന്റെ മുത്തുനബിയല്ലേ? ഇത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ലേ? മോനെ, സദഖയാടാ ഏറ്റവും വലിയ മരുന്ന്. എല്ലാം തട്ടിമാറ്റാർ, സർവ്വ മുസീബത്തുകളും തട്ടിമാറ്റാ, വിപത്തുകൾ തട്ടിമാറ്റാ, സിഹ്റുകൾ മുഴുവനും ബാത്തിലാക്കാ സദഖയ്ക്ക് കഴിവുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ പാവപ്പെട്ട മക്കള് നിങ്ങളുടെ മുന്നിൽ വരികയാ. അവരുടെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവർക്ക് വീട് വെക്കാനല്ല, അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കാനല്ല. പാവങ്ങൾക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, യതീമീങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബക്കറ്റിന്റെ അകത്തിടുന്നത് എത്രയാണെന്ന് നോക്കല്ലേ. ഇട്ടത് തിരിച്ചെടുക്കല്ലേ, ഇട്ടത് തിരിച്ചെടുക്കല്ലേ. കയ്യിൽ കിട്ടുന്നത് ചെറുതോ വലുതോ നീ നോക്കല്ലേ. എടുത്തിട്ട് അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് എന്റെ മുഖത്ത് പുഞ്ചിരി തരണേ അല്ലാ. ഈ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലം എനിക്ക് നീ കാണിച്ചു തരണേ അല്ലാ എന്ന നീയത്തോടെ സദഖ കൊടുക്കൂ. വിപത്തുകളെ തട്ടിമാറ്റും. ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയുമല്ലോ, കണ്ടാ പടച്ചവനെ വണ്ടി ഇടിച്ച് കിടക്കുന്നത് കണ്ടാ ജനങ്ങൾ അതിനകത്തുള്ളവര് മുഴുവനും മരിച്ചെന്ന് പറയുമല്ലോ. പക്ഷേ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടിയത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതരുത്. ഒരിക്കലും നീ രക്ഷപ്പെട്ടത് നിന്റെ കഴിവ്
കൊണ്ടല്ല, നീ കൊടുത്ത ഏതോ സദക്കയുടെ ബർക്കത്താ. മോനെ വിപത്തുകൾ കിടന്നു വന്നാൽ പടച്ചവനെ 2-3 ദിവസം മുമ്പ് കേരളത്തിൽ ഒരു മരണം നടന്നു. ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാര് നല്ലതുപോലെ കേൾക്കണേ, ശ്രദ്ധ വേണം ഉമ്മമാര്, മക്കളെ കുറിച്ച് നല്ല ശ്രദ്ധ വേണം ഉമ്മമാര്. അല്ലാഹു ഒരു കുടുംബത്തിന് കൊടുത്ത 3 മക്കളാ, അല്ലാഹു കൊടുത്ത 3 ആമക്കള്. പടച്ചവനെ, ഒരു ഉമ്മ പറ്റ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നാര 3 മക്കള് ഒറ്റയടിക്കാ പടച്ചവര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയത്. പടച്ചവനെ, അതാ 10 വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പത്തിൽ പടച്ചവനെ ചെറിയ 3 മക്കള് മാങ്ങ വെള്ളത്തിൽ വീണിട്ടെടുക്കാൻ പോയതാ. ഒരു കുടുംബത്തിലെ 3 എണ്ണം ഒറ്റയടിക്കാ പോയത്. പടച്ചറപ്പേ, ആ ഉമ്മാനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പാവപ്പെട്ടവനായ പിതാവ് ഇനി ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ള കൊടുത്ത 3 എണ്ണവും ഒറ്റയടിക്കങ്ങ് പോയപ്പോ പടച്ചവനെ ചിരിച്ച് കളിച്ച് നടന്ന വീട് ഒറ്റ ദിവസം കൊണ്ട് മരണ വീടായപ്പോ ഇന്നലെ വീടിന്റെ മുന്നിൽ കളിച്ച് നടന്ന 3 പിഞ്ചുമക്കള് 3 കഷ്ടം വെള്ള തുണിയിൽ പതിന്ന് അല്ലാഹുവേ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചപ്പോ ആ ഉമ്മ കരഞ്ഞ കരച്ചലുണ്ടല്ലോ, ആ പിതാവ് വിളിച്ച വിളിയുണ്ടല്ലോ, ആർക്കാ താങ്ങാൻ പറ്റുക? കണ്ടവർക്ക് പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരുന്ന രംഗമൊന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. പക്ഷേ അവര് ഭാഗ്യവാന്മാരാ, ആ ഉമ്മയും ഉപ്പയും ഭാഗ്യവാന്മാരാ. ഇന്നവർക്ക് ദുഃഖമാണ്, ഇന്നവർക്ക് വിഷമമാണ്, ഇന്നവർക്ക് പ്രയാസമാണ്, ഇന്നവരുടെ ജീവിതം കണ്ണുനീരിലാണ്. പക്ഷേ നാളെ റബ്ബ് അവർക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ല നാളെ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ, മക്കള് മരിച്ചു പോകുന്നവരുണ്ടല്ലോ, നിലവിളിക്കുകയാണ്, ഉസ്താദ് എന്റെ പൊന്നുമോള് പോയല്ലോ, എന്റെ പൊന്നുമോൻ പോയല്ലോ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എല്ലാം പോയല്ലോ എന്ന് നിലവിളിക്കുന്ന സഹോദരാ, അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയ 3 മക്കള്, ആ ഉമ്മാ മക്കളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവര് 3 പേരും ഷഹീദാ, അവര് 3 പേരും ഷഹീദാ. പടച്ചവനെ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. പ്രായപൂർത്തിയാകാത്ത 3 പിഞ്ചുമക്കള് സ്വർഗത്തിന്റെ മുന്നിൽ ഉപ്പാരെയും ഉമ്മാരെയും കാത്തു നിൽക്കുകയാ. ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയല്ലേ പറഞ്ഞത്, മക്കള് മരിച്ചുപോയ വേദന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഉപ്പമാര്, ഇത് പറയുമ്പോ കരയുന്ന ഉമ്മമാരെ, അള്ളാന്റെ റസൂലാ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്, അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കളും മരണപ്പെട്ടാൽ വയമുറു അല സിറാത്ത്, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ഒരു മുടിയേടായിട്ട് മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ മോനെ, അതുപോലെയാണ് ആ സിറാത്ത് എന്ന പാലമുള്ളത്. അത് വല്ലാത്ത ഇരുള, അതിന് വല്ലാത്ത വാളിന്റെ അഗ്രഭാഗത്താൽ റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള കോടാനുകോടി വർഷം സഞ്ചരിച്ച തീരാത്ത സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴിയല്ലേ സിറാത്ത്. പ്രായപൂർത്തിയാകാത്ത 3 മക്കള് മരണപ്പെട്ടാൽ ആ മാതാപിതാക്കള് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എത്ര പ്രതിഫലം പറഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സ് വേദന മാറ്റാൻ പറ്റുമോ? ആ ഉപ്പാടെ വേദന മാറ്റാൻ പറ്റുമോ? അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ.
അവർക്ക് സബർ കൊടുക്കണേ അല്ലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നാണ്, അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇതുപോലെ അപകടങ്ങളെ തൊട്ട്, ഇതുപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് കാവല് നൽകണേ അല്ലാ. അതുകൊണ്ട് ഒരു സദക്കയെടുത്തോ, ഒരു സദക്കയെടുത്തോ. സർവ ശർറ് മുസീബത്തുകളും പൈശാചിക ഉപദ്രവങ്ങളും കണ്ണീറും പ്രാക്കും ശാപവും സർവ്വതും ഇന്നത്തോടെ പോരണം. എല്ലാം മാറണം. രോഗങ്ങൾക്ക് ശിഫയുണ്ടാകണം. അല്ലാഹുവേ വിപത്തുകളെ തട്ടിമാറ്റണം അല്ലാ. മരിക്കുന്ന സമയത്ത് ചിരിക്കണം അല്ലാ എന്ന നിയത്തോടെ ഒരു സദഖ എടുക്കൂ റബ്ബേ. ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവരെ നീ കൈവിടല്ലേ അല്ലാ. അവർക്ക് അവരുടെ മുന്നിൽ, ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. തലയുടെ മുകളിൽ നിന്നുകൊണ്ട് മലക്ക് ദുആ ചെയ്യുകയാ. മലക്ക് ദുആ ചെയ്താ പള്ളിയിലെ ഉസ്താദ് ചെയ്താ സ്വീകരിക്കുമല്ലോ, മുതഅല്ലിമ ചെയ്താ സ്വീകരിക്കുമല്ലോ, യാത്രക്കാരൻ ചെയ്താ സ്വീകരിക്കുമല്ലോ, പ്രായമുള്ളവര് ചെയ്താ സ്വീകരിക്കുമല്ലോ, സയ്യിദന്മാര് ചെയ്താ സ്വീകരിക്കുമല്ലോ. എങ്കിൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത, പാപം ചെയ്യാത്ത, പാപം കാണാത്ത അല്ലാഹനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മലക്കിന്റെ ദുആയാ. തട്ടല്ലേ ചെറുപ്പക്കാരാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. മോനെ, എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് നിനക്ക് ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് കയ്യട്ടെ. മലക്കിന്റെ പ്രാക്ക് വാങ്ങിയാൻ പോയി. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പൈസ ഇട്ടാ ദുആ ചെയ്യും. ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉറക്കം തൂങ്ങിയ, ഉറക്കം അഭിനയിച്ച, കൈകെട്ടിയിരുന്ന, ഉള്ളതിൽ പങ്കു കൊടുത്തില്ല അല്ലാ, നീ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ദുആഇന്റെ മലക്കിന്റെ ദുആ വേണോ, അനുകൂലമാക്കണോ, എതിരാക്കണോ, നിങ്ങൾ തീരുമാനിക്ക്. ഒരു സദഖ കൊടുക്ക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 2 ഞാൻ നിർത്തുകയാണ്. 2 ഇൻഷാ അല്ലാ 10 പറയണം. അതിലിപ്പോ 1 പറഞ്ഞു. ഇൻഷാ അല്ലാ ഒരു 2 കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കൂലേ? വല്ലപ്പോഴല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു വയത് കിട്ടണേ? വല്ലപ്പോഴല്ലേ? എന്തിനാ കിട്ടുന്ന അവസരം? ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എനിക്ക് നാളെ രാവിലെയാണ് വണ്ടി, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, സമയമുണ്ട്. നാളെ രാവിലെ വരെ സമയമുണ്ട് ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2ാമത്തെ വിഭാഗമാരാ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, നിസാരമായി കാണല്ലേ പെങ്ങളെ. 2ാമത്തെ വിഭാഗമാരെന്നറിയുമോ? ഈ പാപം നിങ്ങൾ അധികം പേരും ചെയ്യുന്നവരാണ്. ഇത് ജീവിതത്തിൽ ചെയ്യാത്ത ഒരു മനുഷ്യനും ഉണ്ടാകാറില്ല. ഈ സദസ്സിലിരിക്കുന്നതിൽ 100ൽ 99.9% പേരും പടച്ചവര് എല്ലാവരും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു തെറ്റാണ്. പക്ഷേ അതിന്റെ ഗൗരവം നമുക്കറിയില്ല, അതിന്റെ ഗൗരവം നമുക്കറിയില്ല. നമ്മൾ നിസ്സാരമായി കാണുന്നവരാ. എങ്കിൽ പൈസ ഇടും, ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്നതിന്റെ ഇടയില് ഈ ഹദീസ് നിങ്ങൾ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ സഖല തിജാഹുൽ ഖിബിലാ ജാഅ യൗമൽ ഖിയാമ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനകോടികൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗം കടന്നു വരികയാണ്, ഒരു വിഭാഗം കടന്നു വരികയാണ്. അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ? അവരുടെ രൂപം എങ്ങനെയെന്നറിയുമോ? അതാ ഞാനും നിങ്ങളും തുപ്പുന്ന തുപ്പലുകളുണ്ടല്ലോ, ഞാനും
നിങ്ങളും തുപ്പാറുണ്ടല്ലോ, ഞാനും നിങ്ങളും തുപ്പാറുണ്ടല്ലോ. ആ തുപ്പലുകൾ മുഴുവനും അവന്റെ മുഖത്ത് വന്നടിഞ്ഞിരിക്കുകയാ. അവന്റെ രണ്ട് കണ്ണുകൾക്കിടയില് തുപ്പലുകൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് കടന്നു വരുന്നത്. മുഖത്ത് മുഴുവനും തുപ്പലുകളുമായി ഞാനും നിങ്ങളും കാർക്കിച്ചു തുപ്പിയത്, അതെല്ലാം നാളെ നമ്മുടെ മുഖത്തേക്ക് റബ്ബ് കൊണ്ടുവരികയാ. നെറ്റിത്തടം മുഴുവനും പടച്ചവനെ മലകളോളം മുഖമലയോളം വലിപ്പമുള്ള രീതിയില് തുപ്പലുകൾ ചുമന്നുകൊണ്ട് നാളെ വൃത്തികെട്ടവനെ പോലെ പരലോകത്തൊരു വിഭാഗം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ തുപ്പാറില്ലേ? ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ മുഖത്തുണ്ടാകും. എവിടെ? രണ്ട് കണ്ണുകൾക്കിടയിൽ ഈ നെറ്റിയുടെ ഭാഗത്ത് വലിയ ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി ഈ കാർക്കിച്ച് തുപ്പിയത് മുഴുവനും നെറ്റിയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വൃത്തികെട്ട് നിസാരനായി നാണം കെട്ട് ഒരു വിഭാഗം നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവനാരാ? 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഷോക്കാവത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഷോക്കാകത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവൻ ആരെന്നറിയുമോ? കിബിലയുടെ നേരെ തുപ്പിയവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എവിടെ തുപ്പിയവര്? എവിടെ തുപ്പിയവര്? ഒന്നുറക്കെ പറ. എവിടെ തുപ്പിയത്? തുപ്പിയിട്ടുണ്ടോ? ഞാനും നിങ്ങളും തുപ്പിയിട്ടുണ്ടോ? ഇതാരോടാ ചോദിക്കുന്നത്? പള്ളിക്കകത്തിരിക്കുക. പള്ളിക്കകത്തിരിക്കുമ്പോൾ വെള്ളിയാഴ്ച എഴുന്നേറ്റങ്ങോട്ട് പോയിട്ട് ഇമാമ് ജുമാഹിക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് നേരെ പോയിട്ട് ജനലിൽ കൂടെ ഒരൊറ്റ തുപ്പല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇപ്പം തുപ്പലൊന്നും ഇല്ലപ്പാ. പള്ളിക്കകത്തിരിക്കുക, ഇങ്ങനെ ഏസിക്കകത്തൊക്കെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ തുപ്പണം തോന്നുന്നത്. ഉടനെ പതുക്കെ കയ്യിലോട്ട് തുപ്പും, എന്നിട്ട് പായുടെ അടിയിലോട്ട് തേച്ചു വെക്കും. ജനലി കൂടെ പോലും തുപ്പാൻ പാടില്ല. അപ്പോഴാണ് എന്തിരിക്കുന്നത്? ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായത് കാരണം കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് കാർപ്പറ്റിന്റെ അടിയിലോട്ട് തുടച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളതിന്റെ ഗൗരവം നടന്നു പോണ വഴിയിൽ ഒരൊറ്റ സത്യത്തിൽ എങ്ങോട്ടാ തുപ്പേണ്ടത്? മുമ്പ് നമ്മളൊരാൾ നടഞ്ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുക. ഈ നിൽക്കുന്ന ഞാൻ വലതുഭാഗത്തേക്കാണോ, ഫ്രണ്ടിലോട്ടാണോ, ഇടതുഭാഗത്താണോ, അനി പുറകിലോട്ടാണോ, താഴോട്ടാണോ? എവിടെയാ തുപ്പണ്ടേ? എവിടെയാ തുപ്പണ്ടത്? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ. മദ്രസയെ പഠിച്ചിട്ടില്ലേ? എവിടെയാ തുപ്പണ്ടത്? പറ, എവിടെയാ തുപ്പണ്ടത്? ഇടത് സൈഡിൽ. എന്നിട്ട് ഇനി പറ, തുപ്പാറുണ്ടോ? ഇടത് വലത് എവിടെ നോക്കാനാ? ചിലതൊക്കെ കാറിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഗ്ലാസ് അങ്ങോട്ട് താട്ട് ഒരൊറ്റ തുപ്പല. പടച്ചവനെ, ബൈക്കാരന്റെ നിലയിൽ. ചിലതൊക്കെ ബസ്സിരുന്നോണ്ട് ഒരൊറ്റ തുപ്പല. ബാക്കിരിക്കുന്നവര് മുഴുവനും മുഖം തുടയ്ക്കാം. ഈ മുറുക്കണ ആൾക്കാരുണ്ടല്ലോ, അള്ളാഹു കാക്കുമാറാകട്ടെ. അവന്റെ ഒക്കെ അവസ്ഥ ഉണ്ടാവും. മുറുക്കാൻ എന്താ പറയാ അവിടെ? വെറ്റിലിട്ട് അങ്ങോട്ട് ചവച്ചരച്ചിട്ട് ദേഷ്യം തീർക്കണ പോലെ അങ്ങോട്ട് ചവച്ചരച്ചിട്ട് തിന്നണേ. ലഹരി വസ്തുവല്ലേ വാപ്പ അത്? അള്ളാഹു കാക്കുമാറാകട്ടെ. ലഹരിയല്ലേ? അതിനകത്ത് പാക്കുണ്ട്, പൊയ്ല എന്ന് പറയുന്ന സാധനം, കറുത്തൊരു സാധനം ഉണ്ട്, വെളുത്തിട്ടൊരു സാധനം ഉണ്ട്. ഇതെല്ലാം നല്ല സാധനങ്ങളല്ലേ? പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അങ്ങനെ കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ മുറുക്കുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ കറുത്തതും വെളുത്തതൊക്കെ ഉപയോഗിച്ചാൽ തലകറങ്ങി വീഴുമെന്ന് പേടിച്ചിട്ട് ഒരു പാക്കിന്റെ ഒരല്പവും വെറ്റിലയും കൂടെ വെച്ച് ഞാൻ ചവച്ച്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റബ്ബറും തോട്ടത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൊക്കിയെടുത്ത് തോട്ടി കൊണ്ടിട്ടിട്ട് എനിക്ക് ബോധം വന്നേ. അപ്പൊ അന്ന് ഞാൻ പഠിച്ചു, ആ പാക്കിന് പോലും അത്രയും ലഹരിയുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ചവയ്ക്കുന്നുണ്ട്, അത് അറിയാത്തത്. ഇനി പോയി ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കണ്ട. അല്ലാഹു കാക്കുമാറാകട്ടെ.